നമസ്കാരം. കേരളത്തിലെ ഒട്ടുമിക്ക നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകിച്ച് റോഡ് പണിക്കൊക്കെ പ്രധാന തടസ്സമായി നിൽക്കുന്നത് മണ്ണുക്ഷാമമാണ്. അതിനുള്ള പ്രധാന കാരണം ക്വാറികളുടെ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ്. ഈയൊരു പ്രശ്നങ്ങൾക്കൊക്കെ ഒരുപക്ഷെ പരിഹാരമായേക്കാവുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ജിയോളജി വകുപ്പ് എടുത്തിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ പുതിയതായി 885 ക്വാറികൾക്കാണ് പ്രവർത്തനാനുമതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ജിയോളജി വകുപ്പിന്റെ കണക്കനുസരിച്ച് കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നത് 561 അംഗീകൃത ക്വാറികളായിരുന്നു. ഇപ്പോൾ 885 ക്വാറികൾ കൂടി അനുമതി നൽകിയതോടെ അംഗീകൃത ക്വാറികളുടെ എണ്ണം 1446 മാറി. 1678 ക്വാറികളുടെ അപേക്ഷകളാണ് ജിയോളജി വകുപ്പിന് ലഭിച്ചത്. ഇതിൽ നിന്നാണ് 885 എണ്ണത്തിനെ തിരഞ്ഞെടുത്തത്. ബാക്കിയുള്ളവയിൽ 417 എണ്ണം തള്ളുകയും 376 എണ്ണം പിന്നീട് തീരുമാനമെടുക്കാനായി മാറ്റിവെക്കുകയും ആയിരുന്നു. ഏതായാലും കേരളത്തിൽ അംഗീകൃത ക്വാറികളുടെ എണ്ണം 1446 ആയതോടുകൂടി മണ്ണുക്ഷാമം കുറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന്റെ ഒരു പ്രതിഫലനം വരും മാസങ്ങളിൽ NH 66 പണിയിൽ നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.